നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ CPI പാറളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാലശ്ശേരി ALP സ്കൂളിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചു. വലപ്പാടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി യുവതി മുങ്ങി. 20 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി. CC മുകുന്ദൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിനു വേണ്ടി അനുവദിച്ച ആംബുലൻസ് കൈമാറ്റം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ CPI പാറളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം PT സണ്ണി ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് മാരാത്ത് അധ്യക്ഷത വഹിച്ചു. PB ഷാജൻ, അക്ഷയ് ശങ്കർ, PO സൈമൺ, ഹരീഷ് തേലപ്പുറത്ത്, CB സുരേഷ്, വിഷ്ണു വിനീത്, CM ഷമീർ, മുരളി മാരാത്ത്, ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു. പാലശ്ശേരി LP സ്കൂളിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചു. ദിനാചരണം അവിടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിരമിച്ച വിമുക്ത ഭടൻ AA ആന്റണിയെ ആദരിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AI ജോൺസൺ, BRC കോർഡിനേറ്റർ അഞ്ജു CR, പ്രധാന അധ്യാപിക ക്ലെൻസി, അധ്യാപിക വിൻസി എന്നിവർ സംസാരിച്ചു. തൃശൂർ വലപ്പാടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി യുവതി മുങ്ങി. വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി 20 കോടിയോളം രൂപ യുവതി തട്ടിയെടുത്തതായാണ് പരാതി. സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യമോഹനെതിരെയാണ് പരാതി. വ്യാജ അക്കൗണ്ടുകളിലേക്ക് വായ്പയായാണ് യുവതി പണം മാറ്റിയത്. 18 വർഷത്തോളം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ധന്യ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത്. സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തട്ടിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ധന്യയെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് ആംബുലൻസ് കൈമാറി നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ. CC മുകുന്ദന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിനു വേണ്ടി അനുവദിച്ച ആംബുലൻസിന്റെ കൈമാറ്റം നടന്നു. സ്വാന്തന പരിചരണ രംഗത്ത് 10 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിലെ നിലവിലെ വാഹനം കാലപ്പഴക്കത്താൽ കേടുപാട് സംഭവിച്ചതോടെയാണ് MLAയെ സമീപിച്ചത്. പ്രവർത്തന ലക്ഷ്യം ബോധ്യപ്പെട്ട MLA പുതിയ ആംബുലൻസ് അനുവദിക്കുകയായിരുന്നു. 12,52,525 രൂപ ആംബുലൻസിനും റോഡ് ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്കായി 2,04,475 രൂപയും അടക്കം 14,60,000 രൂപയാണ് ആംബുലൻസ് വാങ്ങിക്കുന്നതിനായി ഭരണാനുമതി ലഭിച്ചത്. അന്തിക്കാട് ബ്ലോക്കിലെ 5 പഞ്ചായത്തിലെ 500ഓളം കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ പോയി സ്വാന്തന പരിചരണം നടത്താനാണ് ആംബുലൻസ് വിനിയോഗിക്കുക. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ശശീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനനന്ദൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്,
താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ആൽഫ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ സുരേഷ്, ലിങ്ക് സെന്റർ പ്രസിഡന്റ് KG ശശിധരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് A ഭരതൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V നാരായണൻ, വിജയൻ മാണിക്കത്ത്, കുമാരൻ കാട്ടാനിൽ, CK ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം BRC അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഡയപ്പർ ബാങ്ക് ഉദ്ഘാടനവും MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും BRCക്ക് ലഭിച്ച കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അന്തിക്കാട് VPC ഡോക്ടർ ഉമാദേവി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, താന്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഡയപ്പർ ബാങ്കിലേക്ക് ഡയപ്പറുകൾ സ്പോൺസർ ചെയ്തു. കാർഗിൽ ദിനത്തിൽ ആദ്യമായി അമർ ജവാൻ സ്മാരകം കണ്ട ആവേശത്തിൽ കുരുന്നുകൾ പുഷ്പചക്രം സമർപ്പിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ അമർ ജവാൻ സ്മാരകത്തിലാണ് CMS സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത്. കലാലയത്തിലെ NCCയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത്. വിദ്യാർത്ഥികൾ പൂക്കളർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ആകാംക്ഷയോടെ കേട്ടു. തോക്കിന്റെ വിവിധ ഭാഗങ്ങൾ കേഡറ്റ്സ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. തോക്ക് കയ്യിലേന്തിയ കുഞ്ഞ് സൈനികരുടെ കൗതുകങ്ങൾ ഏറെ ആകർഷകമായി. കോളേജിലെ ധീരതാ മതിൽ കണ്ട ഓരോ സൈനികനും അവരുടെ വീരപരിവേഷതയും അവരിൽ ആവേശമുണർത്തി. കാർഗിൽ തിമാറ്റിക് പ്രസന്റേഷൻ കോളേജ് പോർട്ടിക്കോയിൽ നടന്നു. ഉച്ചയ്ക്ക് 2:30 പത്മഭൂഷൺ റിസർച്ച് സെമിനാർ ഹാളിൽ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസം വിമുക്ത ഭടന്മാർക്ക് അനുമോദനം നൽകി നെഹ്റു സ്റ്റഡി സെന്റർ പെരിങ്ങോട്ടുകര. നെഹ്റു സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന വിമുക്ത ഭടന്മാരെ ആദരിച്ചു. എയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്ത് 40 വർഷം പിന്നിട്ട സോമശേഖരൻ നെല്ലിപ്പറമ്പിൽ, ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് 36 വർഷം പിന്നിടുന്ന രാമൻ പനോലിയെയും പൊന്നാട നൽകി നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ അനുമോദിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, അംഗങ്ങളായ നിസാർ കുമ്പങ്കണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ഹരിദാസൻ ചെമ്മാപ്പള്ളി, റിജു കണക്കത്ര എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ ആലേങ്ങാട് പെട്രോൾ പമ്പിനു സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കല്ലൂർ ഭരത ചെതലൻ വീട്ടിൽ 52 വയസ്സുള്ള ജോയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. പരിക്കേറ്റ് കാനയിൽ വീണ് കിടന്ന ജോയിയെ കുറച്ചു നേരം കഴിഞ്ഞാണ് അതുവഴി വന്ന യാത്രക്കാർ കണ്ടത്. നാട്ടുകാർ ചേർന്ന് കല്ലൂർ സഹകരണ ബാങ്കിന്റെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും 15.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി പന്തലം കുന്നേൽ വീട്ടിൽ 40 വയസ്സുള്ള നിയാസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. പണം തട്ടിയെടുത്ത ശേഷം മുങ്ങിയ പ്രതിയെ മലപ്പുറം അങ്ങാടിപ്പുറത്തു നിന്നാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകരുടെ കൂടെയുള്ള ഫോട്ടോ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് പ്രതി യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ യുവാവ് വീട് പണിയാൻ നീക്കിവെച്ച പണവും സ്വർണവും വിറ്റുമാണ് പണം നൽകിയത്. പ്രതി സമാന രീതിയിൽ നിരവധി പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO V സജീഷ് കുമാർ, SIമാരായ PR സുധീഷ്, K കൃഷ്ണൻ, ഗ്രേഡ് സീനിയർ CPOമാരായ VD അജി, KR സജീവ്, CPO KV ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാവറട്ടി CKC സ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് അറിവുണ്ടാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GOJ വാഴപ്പിള്ളി ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീൻ തെരേസ നേതൃത്വം നൽകി.
ചേർപ്പ് ചിറയത്ത് കരിപ്പേരി പൗലോസ് മകൻ ഔസേപ്പ് നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ CPI പാറളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാലശ്ശേരി ALP സ്കൂളിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചു. വലപ്പാടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി യുവതി മുങ്ങി. 20 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി. CC മുകുന്ദൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിനു വേണ്ടി അനുവദിച്ച ആംബുലൻസ് കൈമാറ്റം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.